ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിലെ പൊസിഷൻ ആൻഡ് ടേം എന്ന് പറയുന്ന പദവും സ്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ കോമൺ ഡിഫറൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു, അഥവാ പൊതുവ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോർഷൻ എന്താണ് എന്ന് നോക്കാം. ശ്രദ്ധിക്കാം. ഞാൻ 1 എന്ന് പറയുന്ന സംഖ്യ ഒന്നാമത്തെ പദമായും 11 രണ്ടാമത്തെ പദമായും ഒരു ശ്രേണി എഴുതുകയാണ് അല്ലെ. അങ്ങനെ എഴുതുകയാണെങ്കിൽ 1, 11 അല്ലെ. അടുത്ത സംഖ്യ ഏതായിരിക്കും വരിക? ഇവിടെ എന്താ കൂട്ടുന്നത്? 10 ആണ് കൂട്ടുന്നത് അല്ലെ. അതായത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അപ്പോൾ ഈ 11ലേക്ക് 10 കൂട്ടിയാൽ 21, അടുത്തത് 31 എക്സെട്ര. ഇതായിരിക്കും ശ്രേണി അല്ലെ. ഇവിടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. ഓക്കെ, ഇനി ഞാൻ ഇതേ ശ്രേണി തന്നെ ഒന്നാമത്തെ നമ്പർ 1 ആയും മൂന്നാമത്തെ നമ്പർ 11 ആയുമാണ് എഴുതുന്നത് നോക്കാം. ഇങ്ങനെ ഫസ്റ്റ് ടേം 1, തേർഡ് ടേം ആണ് 11. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? ഒരു സെക്കൻഡ് ടേം ആണ്. എങ്ങനെ നമ്മൾ ആ ടേം കണ്ടെത്തും? അപ്പൊ ഇവിടെ ഇതൊരു സമാന്തര ശ്രേണി ആവണം, അരിത്മെറ്റിക് സീക്വൻസ് ആവണം. അരിത്മെറ്റിക് സീക്വൻസ് ആവണമെന്നുണ്ടെങ്കിൽ തുല്യമായ സംഖ്യ കൂട്ടി പോകണം അല്ലെ. ഒരു കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം നമ്മൾ ആഡ് ചെയ്ത് കൂട്ടി പോകുന്നതിനാണ് നമ്മൾ സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് നമ്മൾ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ 1നും 11നും ഇടയിൽ ഒരു സംഖ്യ ഉണ്ട് അല്ലെ. അപ്പൊ നോക്കാം, ഇവിടെ 1ലേക്ക് ഒരു തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ രണ്ടാമത്തെ ടേം അല്ലെ. ഇനി അതിലേക്ക് വീണ്ടും ഒന്നുകൂടി കൂട്ടിയാൽ മൂന്നാമത്തെ ടേം കിട്ടും അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1ലേക്ക് എത്ര തവണ കൂട്ടിയിട്ടായിരിക്കും 11 കിട്ടിയിട്ടുണ്ടാവുക? 2 ടൈംസ് അല്ലെ. അതായത് 1ലേക്ക് 2 തവണ ആരെ കൂട്ടണം? കോമൺ ഡിഫറൻസ്. ഇതല്ലേ 2 × d കൂടെ അല്ലെ കൂട്ടിയതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 11 എന്ന് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 1ലേക്ക് 11 അല്ലെ. അപ്പൊ ഇവിടുത്തെ ഒരു ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഈ 2d ഈക്വൽ ടു ഈ 1 കൊണ്ടുകൂടെ 11 - 1. അപ്പൊ d എന്ന് പറയുന്നത് എന്താ? 11 - 1 ഡിവൈഡഡ് ബൈ 2 അല്ലെ. ഈ ഇൻറ്റു 2 എന്നുള്ളത് സമത്തിന്റെ പുറത്തേക്ക് വരുമ്പോ /2 അല്ലെ. ഇവിടെ ഈ +1 എന്നുള്ളത് സമത്തിന്റെ പുറത്തേക്ക് വരുമ്പോ -1. അറിയാലോ, ഈക്വൽ ടു സൈനിലേക്കുള്ള കൺവേർഷൻ അല്ലെ. പ്ലസ് എന്നുള്ളത് സമത്തിന്റെ പുറത്തേക്ക് വരുമ്പോ മൈനസ് ആവും, മൈനസ് എന്നുള്ളത് പ്ലസ് ആവും, ഇൻറ്റു എന്നുള്ളത് ഡിവിഷൻ ആവും, ഡിവിഷൻ എന്നുള്ളത് ഇൻറ്റു ആവും അല്ലെ. പിന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് സ്ക്വയർ, ഓൾ സ്ക്വയർ എന്നുള്ളത് സമത്തിന്റെ പുറത്തേക്ക് വരുമ്പോ സ്ക്വയർ റൂട്ട് ആവും. ഇങ്ങനെ ഒരുപാട് കൺവേർഷൻസ് ഉണ്ട്, അത് ജസ്റ്റ് പറഞ്ഞത് മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സെക്കൻഡ് ടേം ആണ് കാണുന്നത് അല്ലെ. ആ സെക്കൻഡ് ടേം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് 2 ടൈംസ് കൂട്ടിയാലാണ് കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം 2 തവണ കൂട്ടുമ്പോഴാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതാം, 1 + 2 × t = 11, അഥവാ 11 - 1/2 ഈക്വൽ ടു 10/2 ഈക്വൽ ടു 5. ഓക്കെ, അപ്പൊ ഇവിടെ 1ലേക്ക് 5 കൂട്ടിയാൽ 1ലേക്ക് 5 കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 6. 6ലേക്ക് 5 കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 11. 11ലേക്ക് 5 കൂട്ടിയാൽ 14. ഇതായിരിക്കും ആ ശ്രേണി. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഓക്കെ, ഇനി വേറെ ഒരു ശ്രേണി നോക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് ടേം 2 ആയിരിക്കും, 2 ആയിരിക്കും. സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം 8 ആണ്. 2 പിന്നെ 8 ആണ്. നാലാമത്തെ ടേം 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനിടയിൽ നമുക്ക് എത്ര ടേംസ് ഉണ്ട്? 2 ടേംസ് ഉണ്ട് അല്ലെ. ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആവണം, സമാന്തര ശ്രേണി ആവണം.
സമാന്തര ശ്രേണി ആവണമെന്നുണ്ടെങ്കിൽ ഒരു പൊതു വ്യത്യാസം കൂട്ടിയാണ് പോകേണ്ടത് അല്ലെ. അപ്പോൾ തുല്യമായ ഡിഫറൻസിൽ ഇവിടെ രണ്ട് സംഖ്യകൾ കൂടി നമുക്ക് കിട്ടണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ രണ്ടിലേക്ക് ഒരു തവണ കൂട്ടിയാൽ അല്ലെ, ആദ്യ പദത്തിലേക്ക് ഒരു തവണ കൂട്ടിയാൽ രണ്ടാമത്തെ പദം കിട്ടും, രണ്ട് തവണ കൂട്ടിയാൽ മൂന്നാമത്തെ പദം കിട്ടും, മൂന്ന് തവണ കൂട്ടിയാൽ നാലാമത്തെ പദം കിട്ടും അല്ലെ. അപ്പൊ രണ്ടിലേക്ക് ഒരു ഇവിടെ നമുക്ക് നാലാമത്തെ പദം കിട്ടുന്നത് എങ്ങനെയാണ് അല്ലെ, രണ്ടിലേക്ക് എന്ത് കിട്ടണം, ഒന്ന് രണ്ട് മൂന്ന് അല്ലെ, മൂന്ന് തവണ കിട്ടും, മൂന്ന് തവണ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 3b ഈക്വൽ ടു 8 മൈനസ് 2, 8 മൈനസ് 2 നമുക്ക് അങ്ങനെയാണെങ്കിൽ d ഈക്വൽ ടു 8 മൈനസ് 2, 8 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 6, 6/3 ഈക്വൽ ടു 2. പൊതുവ്യത്യാസം എത്രയാണ്, 2 ആണ്. d ഈക്വൽ ടു 2 ആണ്. ഇവിടെ എത്ര ആവും, 2 പ്ലസ് 2 4, 4 പ്ലസ് 2 6, 6 പ്ലസ് 2 8, 8 പ്ലസ് 2 10. ഇങ്ങനെ ആ ശ്രേണി മുന്നോട്ട് പോകും. ക്ലിയർ. അപ്പൊ ഇവിടെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കാം. ഇവിടുത്തെ പ്രത്യേകത നോക്കൂ, നമുക്ക് നേരത്തെ ചെയ്ത സമയത്തും പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അത്ര ടൈംസ് അല്ലെ, എത്ര കൂട്ടിക്കഴിഞ്ഞാൽ ഏത് രണ്ട് പദങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഒരു ശ്രേണിയിലെ ഏത്, ഞാൻ 16 1 എടുക്കാം അല്ലെ, അത് തമ്മിൽ കുറച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികം ഈ 16 മൈനസ് 1 എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കുന്നത്. ഇവിടെ നോക്കുക, 8ഉം 2ഉമായി, ഈ 8 മൈനസ് 2 എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്, ഒരു പൊതുവ്യത്യാസത്തിന്റെ അല്ലെ, ഇത്ര കോമൺ ഡിഫറൻസിന്റെ ടൈംസിന് ഈക്വൽ ആണ്. ഇത്ര തവണ പൊതുവ്യത്യാസം, ഇത്ര തവണ കോമൺ ഡിഫറൻസ് എന്നതിന് തുല്യമാണ് അല്ലെ. അപ്പൊ ഏത് ഒരു സമാന്തര ശ്രേണിയിലെ അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏത് രണ്ട് സംഖ്യകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, ഗുണിതങ്ങളായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, പൊതുവ്യത്യാസം എന്തിന് തുല്യമാണ്, ആ പദങ്ങൾ 8ഉം 2ഉമായിരുന്നില്ലേ ഇവിടുത്തെ പദങ്ങൾ, ഇവിടുത്തെ ടേംസ് എന്ന് പറയുന്നത്, ആ ടേംസിന്റെ ഡിഫറൻസിനും പിന്നെ നോക്കുക ഈ 3 എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഈ സംഖ്യയുടെ സ്ഥാനം, ഇവിടുത്തെ സ്ഥാനത്ത് ഒന്നാമത്തെ സ്ഥാനത്താണ് 2, രണ്ടാമത്തെ സ്ഥാനത്താണ് 4, മൂന്നാമത്തെ ടേമായി മൂന്നാമത്തെ സ്ഥാനത്താണ് 6, നാലാമത്തെ സ്ഥാനത്താണ് 8 അല്ലെ. അപ്പൊ 4 മൈനസ് 1 നമുക്ക് എന്താ തരിക, 4 മൈനസ് 1 3അല്ലേ, 4 മൈനസ് 1 3അല്ലേ. നേരത്തെ നമ്മൾ 11 ചെയ്തു, 11 മൈനസ് 1 10 കിട്ടി, 10/2. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ സ്ഥാനത്ത് 1, ഒന്നാമത്തെ സ്ഥാനത്ത് 1, രണ്ടാമത്തെ സ്ഥാനത്ത് 6, മൂന്നാമത്തെ സ്ഥാനത്ത് 11. അപ്പൊ 3 മൈനസ് 1 അല്ലെ, അതെന്താ 2 അല്ലെ, 10/2 5 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 6/3, അതായത് ഈ രണ്ട് പദങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ, ആ തന്നിട്ടുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ ആ പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് ഇവിടുത്തെ പൊതുവ്യത്യാസത്തിന് അഥവാ കോമൺ ഡിഫറൻസ് നമുക്കൊരു എക്സ്പ്രഷൻ പറയാൻ പറ്റും. D is equal to term difference by position difference. അഥവാ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡ് ബൈ പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എങ്ങനെയാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ആദ്യത്തെ ശ്രേണി, ഈ ഒരു ശ്രേണി നോക്കാം. ഫസ്റ്റ് ശ്രേണിയിലേക്ക്, ആദ്യത്തെ സീക്വൻസിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ സീക്വൻസിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ രണ്ട് ടേംസും കൂടി ഉണ്ട് കണ്ടുപിടിക്കാം അല്ലെ. നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് ഒന്നാമത്തെ ടേമും നാലാമത്തെ ടേമുമാണ്. ഒന്നാമത്തെ ടേമും നാലാമത്തെ ടേമും. അപ്പൊ ഇങ്ങനെ നേരെ വെച്ച് നമുക്ക് അടുത്തടുത്ത ഇപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് സുഖം. കാരണം എന്താ, കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്, അടുത്തടുത്ത പദങ്ങളാണ് അല്ലെ.
അടുത്തടുത്ത പദങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ പദത്തിൽ നിന്ന് തൊട്ട് ശേഷമുള്ള പദം കുറക്കുക അല്ലെ. അതായത് അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ അടുത്തടുത്ത പദങ്ങളില്ല, ഒരു ശ്രേണിയിലെ രണ്ട് പദങ്ങളാണ്, എവിടെയോ ഉള്ള രണ്ട് പദങ്ങളാണ്. ഇവിടുത്തെ നമുക്ക് നോക്കുമ്പോൾ ഒന്നാമത്തെ പദവും നാലാമത്തെ പദവുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മളിങ്ങനെ ചെയ്ത് കണ്ടുപിടിച്ച പ്രകാരം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ. ഇവിടുത്തെ ടേംസ് ആരൊക്കെയാ? 31 1 അല്ലേ? അപ്പൊ ഇങ്ങനെ കൊടുക്കണം, 31 - 1 ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് ഒന്നാമത്തെ പൊസിഷനിലുള്ളതാണ്, ഇതോ നാലാമത്തെ പൊസിഷൻ. രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും വേറെ ടേംസ് ഉണ്ട്. അപ്പോ 4 - 1 ഈക്വൽ ടു 31 - 1 30 ബൈ 4 - 1 3. എന്താ 30/3? 10 അല്ലേ? അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ? 10 ആണ്. അപ്പൊ 1 10 കൂട്ടിയാൽ 11, 11 10 കൂട്ടിയാൽ 21, 21 10 കൂട്ടിയാൽ 31. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഈച്ച് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസസ് ബിലോ സം ടേംസ് ആർ മിസ്സിംഗ് ആൻഡ് ദെയർ പൊസിഷൻസ് ആർ മാർക്ക്ഡ് വിത്ത് എ സർക്കിൾ. ഫൈൻഡ് ദം. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. അവയുടെ സ്ഥാനം ഒരു വൃത്തം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. താഴെ ഒരു 6 ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് കുറച്ച് സമാന്തര ശ്രേണികൾ അല്ലെ, അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ആ അരിത്മെറ്റിക് സീക്വൻസിൽ ചില നമ്പറുകൾ വിട്ടുപോയതാണ് ഒരു റൗണ്ടിൽ കാണിച്ചിട്ടുള്ളത് അല്ലെ. അവിടെ നമ്പർ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കാണാൻ ഇപ്പൊ നമ്മൾ 2 രീതികൾ പഠിച്ചു. അടുത്തടുത്ത ടേംസ് നമുക്ക് ഉണ്ടെങ്കിൽ 2 ടേംസിന്റെ ഡിഫറൻസ് കണ്ടാൽ മതി. എന്നാൽ 2 വേറെ അല്ലെ, നമുക്ക് അറിയുന്ന തന്നിട്ടുള്ള 2 ടേംസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി അല്ലെ, ആ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ബൈ ആ ടേംസിന്റെ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? പൊതുവ്യത്യാസം കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ ബാക്കിയുള്ള ടേംസ് കാണാം. അപ്പൊ ഓരോ സീക്വൻസിന് പ്രത്യേകം നമ്മൾ നോക്കാം, ഓരോ സമാന്തര ശ്രേണിയിൽ. ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ 24 42 കോൺസിക്യൂട്ടീവ് ടേംസ് അല്ലേ, അടുത്തടുത്ത പദങ്ങളല്ലേ. അതുകൊണ്ട് അവിടെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ചെയ്താലും സെയിം ആൻസർ തന്നെയായിരിക്കും വരിക അല്ലെ. അപ്പൊ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യാതെ നമുക്ക് അടുത്തടുത്ത പദങ്ങളാണ്. അതുകൊണ്ട് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 42 - 24. 42 - 24 എന്ന് പറയുന്നത് 18 ആണ്, 18 അല്ലെ, 18. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 പദങ്ങൾ ഇപ്പോ x1 ഉം x2 ഇവിടെ ഉണ്ട് അല്ലെ. ഈ x3 എന്ന് ഞാൻ എഴുതുന്നു. x3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 42 കൂടെ 18 കൂട്ടിയതല്ലേ. അപ്പൊ 42 + 18 എന്താണ്? 42 + 18 എന്ന് പറയുമ്പോൾ 60. ഓക്കെ, ഇനി അടുത്തത് x4 എന്തായിരിക്കും? x4 എന്ന് പറയുന്നത് ഈ 60 കൂടി 18 കൂട്ടണം അല്ലെ. 60 + 18 ഈക്വൽ ടു 78 അല്ലെ. 60 + 18 ഈക്വൽ ടു 78. അപ്പൊ ആ ഒരു ശ്രേണി നമുക്ക് കിട്ടി. ഇനി നോക്കാം, ഇവിടെ ആദ്യത്തെ ടേം ഇല്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേം ഉണ്ട്, ഇത് 4ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കൂ, 24 42 അടുത്തടുത്ത 2 ടേംസ് അല്ലെ. ഇതൊക്കെ അരിത്മെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ പിന്നെ നമുക്കറിയാം കോമൺ ഡിഫറൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ 24 42 എന്താണ്? അടുത്തടുത്ത 2 ടേംസ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? 42 - 24 18. ഓക്കെ, ഇനി നോക്കൂ, ഒന്നാമത്തെ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ 24ലേക്ക് 18 കൂട്ടണോ കുറക്കണോ ചെയ്യേണ്ടത്? കുറക്കണം അല്ലെ. കാരണം ഇതിലേക്ക് 18 കൂട്ടിയിട്ടാണ് 24 എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം കിട്ടാൻ എന്ത് ചെയ്യണം? 24ൽ നിന്ന് 18 കുറക്കണം. അപ്പൊ x1 ആണ് നമുക്ക് ഇവിടെ കണ്ടെത്താനുള്ളത്. x1 എന്ന് പറയുന്നത് 24ൽ നിന്ന് ആരെ കുറക്കണം? 18 കോമൺ ഡിഫറൻസ് കൊടുക്കണം. അങ്ങനെ സെക്കൻഡ് ടേം ആണ് 24. അപ്പൊ ഫസ്റ്റ് ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് വ്യത്യാസം കുറക്കണം. അപ്പൊ 24ൽ നിന്ന് 18 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം 6. ക്ലിയർ? ഇനി അടുത്ത് നമുക്ക് അതിൽ കാണാനുള്ള x4 ആണ് അല്ലെ. 4th ടേം ആണ് കാണേണ്ടത്.
ഫോർത്ത് ടേം കാണാൻ 42ലേക്ക് അല്ലെ 42ലേക്ക് ആഡ് ചെയ്യണം 18 ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് നമുക്ക് എന്ത് വരും 60 60. ക്ലിയർ? മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. 24 സെക്കൻഡ് ടേം ഇല്ല, 42 ഫോർത്ത് ടേം ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് അറിയുന്ന ടേംസ് എന്ന് പറയുന്നത് 24 ഒന്നാമത്തെ ടേമും മൂന്നാമത്തെ ടേമും ആണ് അല്ലെ. അടുത്തടുത്ത പദങ്ങൾ ഇവിടെ അറിയോ? ഇല്ല. അപ്പൊ കുറച്ച് അകലത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ടേംസ് ആണ് അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേംസ് ആണ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു എന്ത് ചെയ്താൽ മതി, ആ അറിയുന്ന ടേംസിന്റെ ഡിഫറൻസ് ബൈ അതിന്റെ തന്നെ പൊസിഷന്റെ ഡിഫറൻസ് കണ്ടാൽ മതി. ഓക്കെ, അത് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് അറിയാം കോമൺ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചുപോലെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ പദസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ നോക്കാം, 42 24 ആണ് ഇവിടെ നമുക്ക് അറിയുന്നത്. അപ്പൊ 42 മൈനസ് 24 ഇതാണ് ടേം ഡിഫറൻസ്. ടേംസ് പദങ്ങൾ 42 24. ഇനി അതിന്റെ പൊസിഷൻസ്, ഇത് ഒന്നാമത്തെ പൊസിഷൻ അല്ലേ, ഒന്നാമത്തെ ടേം അല്ലേ, ഇതാരാ മൂന്നാമത്തെ ടേം അല്ലേ. അപ്പൊ അതിന്റെ ഡിഫറൻസ് 3 മൈനസ് 1. ഈ 42 മൈനസ് 24 എഴുതുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, 24 മൈനസ് 42 എഴുതാം. ഓക്കെ, അപ്പം ഈ താഴെ ഡിനോമിനേറ്റർ എന്താ വരിക, 1 മൈനസ് 3 എന്നാ വരിക, 1 മൈനസ് 3 എന്നാ വരിക. ഓർഡർ തെറ്റിയത്. അപ്പൊ ഇവിടെ 42 മൈനസ് 24 എഴുതുക, താഴെ 1 മൈനസ് 3 എത്തി കഴിഞ്ഞാൽ മാറി. ഓക്കെ, അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പർ വരും മുകളിലും താഴെ. അപ്പൊ എന്തായാലും പോസിറ്റീവായി മാറിക്കോളും. ഓക്കെ, ഞാൻ അതേ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നുകൂടി കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഇതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോ 42 മൈനസ് 24 എന്ന് പറയുന്നത് ആരാ, 18. 18 ബൈ 3 മൈനസ് 1 2, അപ്പം 9. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി, 9 എന്ന് കിട്ടി. ക്ലിയർ? ഇനി നമുക്ക് അറിയാൻ വേണ്ടത് സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും അല്ലെ. അപ്പൊ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ x2 എന്ന് പറയുന്നത് 24 കൂടെ 9, 24 പ്ലസ് 9 24 കൂടി 9 കൂട്ടണം അല്ലെ. അപ്പൊ എന്ത് വരും, 33 അല്ലെ. 24 കൂടെ 6 കൂട്ടിയാൽ 30 പിന്നെ ബാക്കി 3 ഉണ്ട്, 34. ഇനി അടുത്ത ആരാ, x4 കാണണം. x4 എന്ന് പറയുന്നത് 42 കൂടെ 9 കൂട്ടണം അല്ലെ. അപ്പൊ 42 8 കൂട്ടിയാൽ 50 ആയി. ആ 9 കൂട്ടുമ്പോ 51. ക്ലിയർ? നെക്സ്റ്റ്, ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഉണ്ട്, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെയും നമുക്ക് അറിയുന്നത് സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും അറിയാം അല്ലെ. അപ്പൊ രണ്ട് ടേംസും അറിയാം, ആ ടേമിന്റെ പൊസിഷനും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, കോമൺ ഡിഫറൻസ് കാണാൻ പറ്റും. അടുത്തടുത്ത പദങ്ങളാണെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ അത് പിന്നെ മനസ്സിലങ്ങൾ പതിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കോമൺ ഡിഫറൻസ് കാണാൻ രണ്ട് രീതിയാണ്. ഒന്ന്, കോൺസിക്യൂട്ടീവ് ടേംസ് ഉണ്ടെങ്കിൽ, അടുത്തടുത്ത പദങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ മതി. എന്നാൽ ഏതെങ്കിലും രണ്ട് ടേംസും ആ രണ്ട് ടേമിന്റെ പൊസിഷനുമാണ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെ. അപ്പൊ നോക്കാം, d ഈക്വൽ ടു ടേം ഡിഫറൻസ്, ഇവിടുത്തെ ടേം ആയിരിക്കാം 42 മൈനസ് 24 ഇവിടുത്തെ പൊസിഷൻ ആയിരിക്കാം നാലാമത്തെ പൊസിഷനും രണ്ടാമത്തെ പൊസിഷനും അല്ലെ. അപ്പൊ 4 മൈനസ് 2 4 മൈനസ് 2 അപ്പോ 18 ബൈ 2 ഈക്വൽ ടു 1. നമുക്ക് ടേംസ് കാണാം. x1 എങ്ങനെയായിരിക്കും കാണേണ്ടി വരിക, 24 സെക്കൻഡ് ടേം നമുക്കറിയാം അല്ലെ. അപ്പൊ ഫസ്റ്റ് ടേം കിട്ടാൻ ആ സെക്കൻഡ് ടേമിന് എന്ത് കുറക്കണം, കോമൺ ഡിഫറൻസ് കുറക്കണം. അപ്പൊ 24 മൈനസ് 9, 24 9 കുറക്കണം അല്ലെ. 24 4 പോയാൽ എവിടെ എത്തി, 20 എത്തി അല്ലെ. പിന്നെ ബാക്കി എത്ര ഉണ്ട്, 5. അപ്പൊ എത്രയായിരിക്കും, 15. ഇനി x3 ആണ് കാണേണ്ടത് അല്ലെ, x3. അപ്പൊ രണ്ട് രൂപത്തിൽ ചെയ്യാം x3 കാണാൻ. ഒന്നെങ്കിൽ 42 4 കുറച്ചാൽ മതി. 42 ഈ ടേമിലേക്ക്
കോമൺ ഡിഫറൻസ് കൂട്ടിയതല്ലേ 42. അപ്പൊ 42 കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ ഈ ടേം കിട്ടും. അല്ലെങ്കിൽ 24ലേക്ക് കൂട്ടിയാൽ മതി അല്ലെ, കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. അപ്പൊ 24 പ്ലസ് 9, 24 പ്ലസ് 9 ഈക്വൽ ടു 33. ക്ലിയർ? ഇനി അടുത്തതിലേക്ക് പോകാം. 24 സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയും കോൺസിക്യൂട്ടീവ് ടേംസ് ഇല്ല, പക്ഷെ രണ്ട് ടേംസും ആ രണ്ട് ടേമിന്റെ പൊസിഷനും നമുക്കറിയാം. സോ ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡ് ബൈ പദങ്ങളുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഓക്കെ, 42 മൈനസ് 24. ആ പദങ്ങളുടെ സ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഇത് 4ാം സ്ഥാനത്താണ്, ഇതോ 1ാം സ്ഥാനത്ത്. സോ 4 മൈനസ് 1, 42 മൈനസ് 24, 18/3 അല്ലെ, 6 അല്ലെ, 3 18. അപ്പോ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ടേംസ് കാണണം. അപ്പൊ x2 ആണ് ഇവിടെ കാണാനുള്ളത്. x2 എന്ന് പറയുന്നത് 24ലേക്ക് 6 കൂട്ടണം. 24 പ്ലസ് 6 അതാണ് 30. Then x3 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 42 ന് 6 കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ സെക്കൻഡ് ടേമിലേക്ക് 6 കൂട്ടാം. അപ്പൊ 30 പ്ലസ് 6 ഈക്വൽ ടു 36. ആ 36ലേക്ക് 6 കൂട്ടുമ്പോൾ നമുക്ക് 42 അല്ലേ വരിക. ക്ലിയർ? അപ്പോ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് കോമൺ ഡിഫറൻസ് കണ്ടിട്ട് ആ കോമൺ ഡിഫറൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് മിസ്സിംഗ് ആയിട്ടുള്ള ടേംസ് നമ്മൾ എന്ത് ചെയ്തു? ഫിൽ ചെയ്തു. ക്ലിയർ? Now next question. The terms in two positions of some arithmetic sequences are given below. Write the first 5 terms of each. ചില സമാന്തര ശ്രേണികളിലെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ തന്നിട്ടുണ്ട്. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക. ശ്രദ്ധിക്കാം, ഇവിടെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് കുറച്ച് ടേംസും ആ ടേമിന്റെ പൊസിഷനുമാണ് അല്ലെ. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യത്തെ 5 പദങ്ങൾ, 5 ടേംസ്, അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 5 ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ആദ്യത്തെ 5 ടേംസ് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കാം. നോക്കാം, തേർഡ് ടേം നമുക്കറിയാം, 6th ടേം പറയും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എളുപ്പമാണ്. അപ്പൊ 34, 67 ഇതാണ് ഇവിടുത്തെ ടേംസ് അല്ലെ. അപ്പം 67 34 അല്ലെങ്കിൽ ഇങ്ങനെ കുറക്കാം. അങ്ങനെ 34 67 കുറക്കണമെങ്കിൽ 3 6 കൊടുക്കണം അല്ലെ. ഞാൻ പോസിറ്റീവ് ആക്കാൻ വേണ്ടി 67 മൈനസ് 34 ബൈ 6 മൈനസ് 3 എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 6 മൈനസ് 3 ഇത് വെച്ച് നമുക്ക് ആദ്യം ആരെ കാണാം? കോമൺ ഡിഫറൻസ് കാണാം. അപ്പം 67 34 7 നിന്ന് 4 പോയി കഴിഞ്ഞാൽ എന്താ വരിക? 3. 6 നിന്ന് പോയി കഴിഞ്ഞാൽ 3 ഡിവൈഡ് ബൈ 6 മൈനസ് 3 13. കോമൺ ഡിഫറൻസ് 13. അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം 34 ആണ് അല്ലെ. അപ്പൊ ഫോർത്ത് ടേമും ഫിഫ്ത് ടേമും നമുക്ക് അവിടെ ആഡ് ചെയ്താൽ മതി. പിന്നെ സെക്കൻഡ് ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 34 ആര് കുറക്കണം? 11 കുറക്കണം, 11 കുറക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. x2 എന്ന് പറയുന്നത് അല്ലെ, x3 ആണ് ഇവിടെ ഉള്ളത്, തേർഡ് ടേം ആണ് ഉള്ളത് അല്ലെ. x3 ഇവിടെ ഉണ്ട്. അപ്പൊ x2 എന്ന് പറയുന്നത് x3യിൽ നിന്ന് അല്ലെ, അഥവാ 34ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 11 കുറച്ചാൽ മതി. സോ 34 ന്ന് 11 പോകുമ്പോ 4 ന്ന് 1 പോയി കഴിഞ്ഞാൽ 3, 3 ന്ന് 1 പോയി കഴിഞ്ഞാൽ 2, 23. ഇനി x1 കിട്ടാൻ ഫസ്റ്റ് ടേം കിട്ടാൻ ഈ 23ൽ നിന്ന് ആര് പോയാൽ മതി? 11 പോയാൽ മതി. അപ്പൊ 3 ന്ന് 1 പോയാൽ 2, 2 ന്ന് 1 പോയാൽ 1. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഫസ്റ്റ് ടേം കിട്ടി, സെക്കൻഡ് ടേം കിട്ടി, തേർഡ് ടേം ആയി. ഇനി ഫോർത്തും ഫിഫ്ത്തും കണ്ടാൽ പോലെ. അപ്പൊ ഫോർത്ത് ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? x4 ഫോർത്ത് ടേം കിട്ടാൻ. തേർഡ് ടേമിലേക്ക് 34, തേർഡ് ടേം 34 ആണ്. 34ലേക്ക് ആരെ കിട്ടിയാൽ മതി? 11 ആഡ് ചെയ്താൽ പോലെ. അപ്പൊ 34 പ്ലസ് 11, 34ലേക്ക് 11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 1 5 3 1 4 45.
ഓക്കെ ദെൻ ഇനി x5 അല്ലെ x5 എന്ന് പറഞ്ഞാൽ x5 എന്ത് വരും x5 45ലേക്ക് 11 ആഡ് ചെയ്യുന്നു 45ലേക്ക് 11 ആഡ് 5 പ്ലസ് 1 6 4 പ്ലസ് 1 5 56 അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രേണി എന്ത് വന്നു ഇപ്പോ സീക്വൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 12 സെക്കൻഡ് ടേം 23 തേർഡ് ടേം 34 ഫോർത്ത് ടേം 45 ഫിഫ്ത്ത് ടേം 56 ആൻഡ് സിക്സ്ത് ടേം 67 അപ്പൊ ഇതായിരിക്കും ആ ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ക്ലിയർ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്ത് നോക്കാം ഇവിടെ രണ്ട് ടേംസ് നമുക്ക് തന്നിട്ടുണ്ട് ആ ടേമിന്റെ പൊസിഷനും അറിയാം അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 76 minus 43 divided by 6 minus 3 76 minus 43 divided by 6 minus 3 6 3 പോയാൽ 3 7 4 പോയാൽ 3 33 by 3 അതുകൊണ്ട് 11 ഓക്കെ ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ കാണേണ്ടത് ഫസ്റ്റ് 5 ടേംസ് കാണാം അപ്പോൾ തേർഡ് ടേം 43 അല്ലേ ആ 43 ൽ നിന്ന് x2 ആദ്യം കാണാം x2 43 ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി 11 കുറച്ചാൽ മതി അപ്പോൾ 43 മൈനസ് 11 അപ്പോൾ 3 ന്ന് 1 കുറച്ചാൽ 2 4 ന്ന് 1 കുറച്ചാൽ 3 30 അടുത്ത x3 എന്ന് പറയുന്നത് അല്ലേ സോറി x1 ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 32 ൽ നിന്ന് ആരെ കുറക്കണം 11 കുറക്കണം 2 ന്ന് 1 പോയാൽ 1 3 ന്ന് 1 പോയാൽ 20 then അടുത്തത് x4 എന്ന് പറയുന്നത് x3 ലേക്ക് അല്ലെ x3 അവിടെ 43 ആണ് അതിലേക്ക് 11 കൂട്ടിയാൽ ഓക്കെ അങ്ങനെ കൂട്ടുമ്പോൾ 3 1 4 4 1 5 അടുത്ത x5 ആണ് അപ്പോൾ ഈ 54 ലേക്ക് 11 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് x5 കിട്ടും അപ്പോൾ 4 1 5 5 1 6 65 അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസ് നമുക്ക് എഴുതാം സീക്വൻസ് എന്താ പറയുക സീക്വൻസ് ഫസ്റ്റ് ടേം 21 സെക്കൻഡ് ടേം 32 തേർഡ് ടേം 43 ഫോർത്ത് ടേം 54 ഫിഫ്ത്ത് ടേം 65 സിക്സ്ത് ടേം 76 ഈ രൂപത്തിലായിരിക്കും നമുക്ക് എന്ത് വരാം അരിത്മെറ്റിക് സീക്വൻസ് വരാം ക്ലിയർ ഇനി ബാക്കിയുള്ള 3 പ്രോബ്ലംസ് എന്ത് ചെയ്യാം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം ഒന്ന് ചെയ്തു നോക്കാം ഇതേ രൂപത്തിൽ ഇവിടെ നമുക്ക് തേർഡ് ടേമും 2 ആണ് തന്നിട്ടുണ്ട് ഫിഫ്ത്ത് ടേം 3 ആണ് തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ എന്ത് കാണും 3 മൈനസ് 2 ബൈ 5 മൈനസ് 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും അല്ലേ ഇനി ഇതിന്റെ തൊട്ട് മുന്നിലുള്ള ടേംസ് കാണാൻ കുറച്ച് കഴിഞ്ഞാൽ മതി അല്ലേ ഓക്കെ അതുപോലെ ഫോർത്ത് ടേമും സെവൻത്ത് ടേമും തന്നിട്ടുണ്ട് സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് വേണം ജസ്റ്റ് ഈ ഒരു തേർഡ് വൺ കൂടി ഒന്ന് ചെയ്യാം തേർഡ് വൺ കൂടി ഒന്ന് ചെയ്തിരുന്നു d is equal to 3 minus 2 by 5 minus 3 അല്ലെ അപ്പോൾ d എന്ന് പറഞ്ഞാൽ d equal to 3 minus 2 5 minus 3 minus 2 5 minus 3 അല്ലെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് 3 minus 2 1 5 minus 3 2 ഓക്കെ 1/2 ഹാഫ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീക്വൻസ് എന്തായിരിക്കും വരിക നോക്കൂ രണ്ടിൽ നിന്ന് ഹാഫ് കുറച്ചാൽ നമുക്ക് ആരെ കിട്ടും തേർഡ് ടേം 2 ആണ് അപ്പൊ രണ്ടിൽ നിന്ന് അര കുറച്ച് കഴിഞ്ഞാൽ എത്രയാ 1 അല്ലേ ആ 1 ൽ നിന്ന് അര കുറച്ച് കഴിഞ്ഞാൽ 1 അല്ലേ 2 ലേക്ക് അര കൂട്ടി കഴിഞ്ഞാൽ 2.5 3 അല്ലേ അപ്പൊ നോക്കൂ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം ഫോർത്ത് ടേം ഫിഫ്ത്ത് ടേം അഞ്ചാമത്തെ ടേമിന്റെ തേർഡ് കിട്ടിയില്ലേ തേർഡ് ടേം ക്ലിയർ അപ്പോൾ ബാക്കി രണ്ട് പ്രോബ്ലം ചെയ്യാം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ The fifth term of an arithmetic sequence is 38 and the ninth term is 66. What is its 25th term? ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം 38ഉം 9-ാം പദം 66ഉം 25-ാം പദം എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 5-ാമത്തെ പദവും 9-ാമത്തെ പദവും അല്ലെ 38 66 ഇങ്ങനെ ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട് 9th ടേം തന്നിട്ടുണ്ട് നമുക്ക് കാണാനുള്ളത് 25th ടേം ആണ്
അപ്പൊ 25th ടേം കാണുന്നതിന് മുന്നേ നമുക്ക് ആരെ കാണാം? കോമൺ ഡിഫറൻസ് കാണാം. d equal to term difference by position difference. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. So 66 minus 38 divided by 9 minus 5. 66 minus 38 28. 9 minus 5 4. 4 7 28 അല്ലെ 7 ആയിരിക്കും കോമൺ ഡിഫറൻസ് വരിക. ഇനി നമുക്ക് ആരെ കാണാം? 25ാമത്തെ പദം കാണാം. നമുക്കറിയാം ഓൾജിബ്രയിൽ നമ്മൾ പറയും x25 എന്നാണ് അല്ലെ. x25. അപ്പൊ 25ാമത്തെ പദം കാണാൻ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ശ്രദ്ധിക്കാം, 5ാമത്തെ പദം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 5ാമത്തെ പദത്തിലേക്ക് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം കൂട്ടുകയാണെങ്കിൽ ഏത് പദം കിട്ടുക? 6ാമത്തെ പദമല്ലേ. 2 പ്രാവശ്യം കൂട്ടിയാൽ ഏതാ കിട്ടുക? 7ാമത്തെ പദമല്ലേ. 3 പ്രാവശ്യം കൂട്ടുകയാണെങ്കിൽ 8ാമത്തെ പദം കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ 25ാമത്തെ പദം കിട്ടും? എത്രയായിരിക്കും? 20 പ്രാവശ്യം അല്ലേ. നോക്കാം, 20 ആദ്യത്തെ 5 പ്രാവശ്യം 5 ഇവിടെ എത്തിയില്ലേ, 5ാമത്തെ ടേം വരെ എത്തി. അപ്പൊ ഈ 5ാമത്തെ ടേമിലേക്ക് 20 d കൂട്ടിയാൽ അല്ലെ 20 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ ഏതുക? ഇതുവരെ 20 ടേംസ് ഉണ്ടാവും. പിന്നെ എന്താ അല്ലെ 5ാമത്തെ 25ാമത്തെ ടേം. സോ 38 പ്ലസ് 20 into 7 equal to 38 plus 140. 140 138 178. 25ാമത്തെ പദം 178. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി എങ്ങനെയാണ്? 9ാമത്തെ പദം നമുക്കറിയില്ലേ. 9ാമത്തെ പദത്തിലേക്ക് 1 d കൂട്ടിയാൽ 10ാമത്തെ പദം എത്തും. 9ാമത്തെ പദത്തിലേക്ക് 2 d കൂട്ടിയാൽ 11ാമത്തെ പദം എത്തും. അങ്ങനെയാണെങ്കിൽ എത്ര പദങ്ങൾ കൂട്ടി എത്ര d കൂട്ടിയാൽ 25ാമത്തെ പദത്തിലേക്ക് എത്തും അല്ലെ. x25 ഈക്വൽ ടു x9 കൂട്ടി അല്ലെ 9ാമത്തെ പദത്തിനോട് നോക്കൂ. 16 d കൂട്ടുമ്പോഴല്ലേ അല്ലെ 25 9 കുറച്ചാൽ മതി. അപ്പൊ കിട്ടും 25 9 കുറച്ചാൽ 16. അപ്പൊ അത്ര d കൂട്ടിയാൽ മതി. x9 എന്ന് പറഞ്ഞാൽ 66 പ്ലസ് 16 ഇൻറ്റു d എത്രയാണ്? 7 ആണ്. 66 പ്ലസ് 16 ഇൻറ്റു 7 6 42 2 ശേഷം 4 ഒരു 7 7 7 4 11 112 66 എത്രയാണ്? 178. നോക്കൂ, 25ാമത്തെ പദം 2 രൂപത്തിൽ വന്ന് ചെയ്തപ്പോൾ സെയിം അല്ല കിട്ടിയത്. അപ്പൊ 25th ടേം എന്തായിരിക്കും? 178. ശ്രദ്ധിക്കുക, ഈ പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ള എന്താ? കോമൺ ഡിഫറൻസ് കണ്ടു, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ചിട്ട്. അതിനുശേഷം തന്നിട്ടുള്ള ടേംസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടു? 25th ടേം. ക്ലിയർ? ശ്രദ്ധിക്കാം, ഞാൻ പറയുന്നത് ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. ഞാൻ ഇവിടെ ഒരു സമാന്തര ശ്രേണി ഒരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതിയിട്ടുണ്ട്. 1 6 11 16 21 അല്ലെ. എന്താ കോമൺ ഡിഫറൻസ് വരിക? d = 6 - 1 5. 5 ആണ് കോമൺ ഡിഫറൻസ്. ഓക്കെ. ഇനി സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ പ്രത്യേകതയാണ് പറയുന്നത്. ടേംസിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. നോക്കാം, ഈ സമാന്തര ശ്രേണിയിലെ ഓരോ പദങ്ങളെയും ഈ ഒരു കോമൺ ഡിഫറൻസോട് ഞാൻ ഡിവൈഡ് ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കണം, ഈ സമാന്തര ശ്രേണിയിലെ ഓരോ പദങ്ങളെയും കോമൺ ഡിഫറൻസോട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 1 ഞാൻ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 5 പോവില്ല. അപ്പൊ 0 0 1. അപ്പൊ റിമൈൻഡർ ഇവിടെ ശിഷ്ടം എന്താണത്? 1 ആണ് അല്ലെ. ഇനി അതേപോലെ 6 അടുത്ത ടൈം 6 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 6 5 ഒരു പ്രാവശ്യം പോകും. 1 5 5 ശിഷ്ടം 1. ഇനി അടുത്തത് ഞാൻ 11 അല്ലെ 11 ചെയ്യുന്നു. 2 പ്രാവശ്യം പോകും. 10 ശിഷ്ടം 1 അല്ലെ. ഇനി 16 ചെയ്യുന്നു 5 കൊണ്ട്. 3 പ്രാവശ്യം പോകും. 15 ശിഷ്ടം 1 അല്ലെ. അടുത്ത 21 എത്ര പ്രാവശ്യം? 21 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. 4 5 20 ശിഷ്ടം 1. അപ്പോൾ ഇതൊക്കെ പ്രത്യേകത നോക്കൂ. ഈ സമാന്തര ശ്രേണിയിലെ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ സംഖ്യകളെയെല്ലാം എല്ലാ ടേംസിനെയും അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
റിമൈൻഡർ സെയിം വരുന്നു, ശിഷ്ടം തുല്യമാകുന്നു. ക്ലിയർ? ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. 3, 5, 7, 9 നോക്കാം. 3, 5, 7, 9 ഈ ഒരു സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ്. ഈ സീക്വൻസ് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡി എന്താ പറയുക? ഡി എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ 3നെ ആദ്യം കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു പ്രാവശ്യം 2 റിമൈൻഡർ 1 അല്ലേ? ഇനി അടുത്ത് 5നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം പോകും, 4 റിമൈൻഡർ 1. ദെൻ 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 3 പ്രാവശ്യം റിമൈൻഡർ 1. ദെൻ 9നെ 9 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 4 8 റിമൈൻഡർ 1. അപ്പൊ ഇവിടെ ഈ ശ്രേണിയിലെ ഏത് പദങ്ങളെയും അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുന്നത് എന്താണ്? സെയിം ആണ്. അപ്പൊ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകതയാണെങ്കിൽ സീക്വൻസിലെ ഏത് പദങ്ങളെയും അതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അപ്പോ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ഈ ടേമിലെ ഈ ഒരു സീക്വൻസിലെ ഒരു ടേം ആണോ 101 എന്ന് എനിക്ക് പരിശോധിക്കാം. ഈ സീക്വൻസ് ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ ഇതിലൊരു ടേം ആണോ 101 എന്ന് എനിക്ക് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 101നെ ഇതുപോലെ ഇതിന്റെ കോമൺ ഡിഫറൻസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, 100 വരെ പോലെ 100 5ന്റെ ഗുണിതല്ലേ? എത്രയാ? 100 വരെ പോവും അല്ലെ? അപ്പോ നമുക്ക് അവിടെ ബാക്കി റിമൈൻഡർ എന്താ വരിക? അല്ലെ, ഇവിടെ 100 വരെ പോകുമ്പോ 20 ആണ് അല്ലെ? 25 100. സോ റിമൈൻഡർ എന്താ? 1. അപ്പോ ഇവിടുത്തെ റിമൈൻഡർ 1 ആണ്, അതുകൊണ്ട് 101 ഇതിലെ ടേം ആണ്. അങ്ങനെയാണെങ്കിൽ 105 ടേം ആവും. 105 ടേം ആവുമോ നോക്കാം. 105 ടേം ആവുമോ നോക്കാൻ 105നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 105നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയുള്ളത്? 21. 105 റിമൈൻഡർ എന്താ? 0 അല്ലേ? റിമൈൻഡർ 1 ആണോ? അല്ല, 0 ആണ്. അതുകൊണ്ട് ഈ ശ്രേണിയിലെ ഈ ഒരു സീക്വൻസിലെ ടേം അല്ല, പദമല്ല. ക്ലിയർ ആണോ? അപ്പൊ അതേ സീക്വൻസിലെ പദമാവണം എന്നുണ്ടെങ്കിൽ ആ പദത്തിന് ഏത് നമ്പറിനെയാണ് നമ്മൾ ടേം ആണോ എന്ന് നോക്കുന്നത്, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ്. ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സെയിം ആണ് വരുന്നതെങ്കിൽ ആ സീക്വൻസിൽ ഒരു ടേം ആണ്. സെയിം അല്ല എങ്കിൽ സീക്വൻസിൽ ഒരു ടേം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈസ് 101 എ ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 13, 24, 35 എക്സെട്ര? വാട്ട് അബൌട്ട് 1001? 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? 1001 ആയാലോ? നമുക്ക് തന്നിട്ടുള്ളത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് അല്ലെ? 13, 24, 35 എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസ്. ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്താ? 24 മൈനസ് 13 അല്ലെ? അല്ലെങ്കിൽ 35 മൈനസ് 24 രണ്ടും എന്താ വരിക? 11 അല്ലെ? കോമൺ ഡിഫറൻസ് എന്താണ്? 11 ആണ്. ഓക്കെ, അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ? ഇനി നമ്മൾ കാണാനുള്ളത്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 101 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആവോ പദമാവോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഒരു സമാന്തര ശ്രേണിയിലെ പദമാണോ ടേം ആണോ അല്ലേ എന്ന് നോക്കാൻ ആ അരിത്മെറ്റിക് സീക്വൻസിലെ പദങ്ങളെ ടേംസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം ഈക്വൽ ആവുന്നു. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ, ശിഷ്ടം സെയിം ആണെങ്കിൽ അതിലെ പദമാണെന്ന് പറയാം, അല്ലെങ്കിൽ പദമല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ 13 ഫസ്റ്റ് ടേം 13, അതിനെ ഞാൻ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 11 ആണ് അല്ലെ? അപ്പൊ 11 11 ഒരു പ്രാവശ്യം. അപ്പൊ ഒരു 11 11 ശിഷ്ടം 2.
അല്ലെ? ഇനി 24 നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആര് വരണം? ഷിഷ്ടം വരണം അല്ലെ? 2 തന്നെ വരണം. അപ്പൊ 2 പ്രാവശ്യം പോലെ 22 ഷിഷ്ടം എന്താണ്? 2. അതും ആ സീക്വൻസിൽ ഉണ്ടാകുന്നല്ലേ ആണ്. 35 ചെയ്ത് നോക്കൂ 11. ഓക്കെ, അപ്പോ റിമൈൻഡർ വരും. എല്ലാം ചെയ്യണമെന്നില്ല കേട്ടോ, ഞാൻ മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഒന്ന് ചെയ്തു നോക്കിയാൽ തന്നെ അത് അരിമണി സീക്വൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ആവും. എന്നാൽ റിമൈൻഡർ എന്താ വരുന്നത് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിമൈൻഡർ എന്ത് വരുന്നു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 35 3 33 റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ 101 ഇതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്നതെങ്കിൽ ആ അരിമണി സീക്വൻസിൽ ഒരു ടേം ആണ്, അല്ലെങ്കിൽ ടേം അല്ല. സോ 101 ഡിവൈഡ് ബൈ 11. നോക്കാം 11 അല്ലെ? 11 9 പോലെ 9 × 11 എന്ന് പറഞ്ഞാൽ 99 അല്ലേ? 99. ഷിഫ്റ്റ് എന്താ വരിക? 100 2. അതുകൊണ്ട് 101 എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണ്. അങ്ങനെയാണെങ്കിൽ 1001 ടേം ആവുമെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ 1001 ചെയ്ത് നോക്കാം. 11 നോക്കാം. 1 10 100 ആദ്യം 100 നോക്കാം അല്ലെ? 100 9 99 അല്ലെ? അപ്പൊ അവിടെ ഷിഷ്ടം 1. ഈ 1 ഇങ്ങോട്ട് ഇറക്കി ഷിഷ്ടം 1. പിന്നെ ഞാൻ ചെയ്തു 100 99 ഷിഷ്ടം 1, then 1 താഴേക്ക് ഇറക്കി. ഇനി 11 എത്ര 11 ഉണ്ട്? ഒരു 11 0 ആണ് ഷിഷ്ടം. ഫുള്ളായിട്ട് പോയി അല്ലെ? 0 ആണ് റിമൈൻഡർ. പക്ഷെ റിമൈൻഡർ നമുക്ക് എന്താ കിട്ടുന്നത്? 2 അല്ലേ? പക്ഷെ ഇവിടെ റിമൈൻഡർ എന്താ കിട്ടി? 0 ആണ്. അതുകൊണ്ട് 1001 എന്തല്ല ഈ അരിത്മെറ്റിക് സീക്വൻസിലെ പദം അല്ല. അടുത്തത് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം. ഞാനിവിടെ ഒരു ശ്രേണി എഴുതിയിട്ടുണ്ട്. 5 10 15 20 25 30 അല്ലെ? ഇതൊരു സമാന്തര ശ്രേണിയാണ്. എത്ര ഇവിടുത്തെ പൊതു വ്യത്യാസം? ഡി എത്രയാണ്? 5 ആണ് അല്ലെ? 5 കൂട്ടി കൂട്ടി പോകുന്ന ശ്രേണിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോ 1 2 3 4 5 6 പദങ്ങളുണ്ട് അല്ലെ? അപ്പൊ പദങ്ങളുടെ എണ്ണത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് n എന്ന് വെച്ചിട്ടാണ്. n സ്മോൾ ലെറ്റർ n. n is equal to 6 അല്ലെ? ഇതിപ്പോ നമുക്ക് ചെറിയൊരു ശ്രേണി ആയതുകൊണ്ട്, സമാന്തര ശ്രേണി ആയതുകൊണ്ട് നമുക്ക് എണ്ണിയിട്ട് ഇത്ര പദങ്ങളുണ്ടെന്ന് പറയാം. ഇത് നേരെ മറിച്ച് ഈ ഒരു സമാന്തര ശ്രേണി ഇങ്ങനെ പോയി ഒരു 1000-ലാണ് അവസാനിക്കുന്നത് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതിയിട്ട് അത് എണ്ണി കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ പറയാം അല്ലെ? അപ്പൊ ആ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ്. n കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. n കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പൊതുവ്യത്യാസം കണ്ട അതേ മെത്തേഡ് തന്നെയാണ്, അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ n എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. എങ്ങനെ? ലാസ്റ്റ് ടേം അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. എന്നെ കാണാനുള്ള ഇക്വേഷൻ. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ്. അപ്പൊ ഈ ഒരു 1000 വരെ 30 വരെ എടുക്കാം. 30 വരെ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കാം, ഇവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരാ? 30 അല്ലേ? അപ്പൊ 30 മൈനസ് 5 ബൈ കോമൺ ഡിഫറൻസ് ഇവിടെ എന്താ? 5 പ്ലസ് 1. 30 5 വർഷം കഴിഞ്ഞാൽ എന്താ കിട്ടുക? 25 ബൈ 5 പ്ലസ് 1. 5 5 25 5 പ്ലസ് 1 6 പദങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ 1000 പദമാണോ എന്ന് നമ്മൾ നോക്കിയിരുന്നു അല്ലെ? 1000 വരെയാണെങ്കിൽ ഈ ഒരു സീക്വൻസ് 1000 വരെ പോവാണെങ്കിൽ ഇവിടുത്തെ അവസാനത്തെ പദം ഏതാ? 1000 അല്ലേ? സോ 1000 മൈനസ് 5 ബൈ
5 പ്ലസ് 1 അല്ലെ 1000 എന്ന് പറയുമ്പോൾ 995 ഡിവൈഡ് ബൈ 5 പ്ലസ് 1 അല്ലെ 995 എത്ര 5 ഉണ്ടെന്ന് നോക്കാം 9 എത്ര ഉണ്ടാവും 1 ഒരു 5 5 അല്ലെങ്കിൽ 99 എളുപ്പത്തിൽ 99 നോക്കുന്നു 99 എത്ര 5 ഉണ്ട് 25 ആവുമ്പോഴാണ് 100 വരുന്നത് അല്ലെ അപ്പോ 19 5 95 ഓക്കെ ദെൻ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 5 5 ഇറക്കി 45 95 45 199 പ്ലസ് 1 അപ്പോ ഇങ്ങനെ 5 10 മുതൽ 1000 വരെയാണെങ്കിൽ അവിടെ എത്ര പദങ്ങളാണുള്ളത് 200 പദങ്ങൾ അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 അപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷൻ വരുന്നത് എന്ന് പറയാം ലാസ്റ്റ് ടേം 1000 അല്ലേ അപ്പൊ ലാസ്റ്റ് ടേം 1000 മൈനസ് 5 ചെയ്ത് കഴിഞ്ഞാൽ ഈ 1000 അല്ലെങ്കിൽ ആദ്യം ചെയ്ത് പറയാം 30 5 ഓർക്കാം 30 മൈനസ് 5 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 30 5 ഓർത്ത് കഴിഞ്ഞാൽ ബാക്കി ഇത്ര ടേംസിന്റെ ഇൻഡു അല്ലെ 30 മൈനസ് 5 25 എന്ന് പറയുന്നത് 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 5 അങ്ങനെ പൊതുവ്യത്യാസത്തിന്റെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ അല്ലേ 25 എന്ന് പറയുന്നത് അല്ലെ അപ്പോ ഈ 5 എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 25 ആണ് ഈ 25 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ ആ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ബാക്കി നമുക്ക് കിട്ടിയത് എന്താ 5 ആണ് അല്ലെ അപ്പൊ 1 2 3 4 5 അതുകൊണ്ട് ഇവിടെ എത്ര പദങ്ങളാണുള്ളത് 5 പദങ്ങളാണുള്ളത് അതായത് ഈ 30നെ ഈ 5 പോക്കുക അതായത് ആദ്യ പദം നമ്മൾ ഒഴിവാക്കണം ആദ്യ പദത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ആദ്യ പദം പൊതുവ്യത്യാസം ഒന്നും ആയിരിക്കില്ല പക്ഷെ ആദ്യ പദത്തിന് ശേഷം തുല്യമായ ഡിസ്റ്റൻസിലാണ് ആ സംഖ്യകൾ ഉള്ളത് അതുകൊണ്ട് ആ ആദ്യ പദത്തിൽ നമ്മൾ മാറ്റണം പിന്നെ ആ ആദ്യ പദം ഇതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലസ് 1 ആഡ് ചെയ്യുന്നത് 5 ആയപ്പോ ആൻസർ ആയില്ലേ അതിലേക്ക് 1 കൂട്ടി അത് ആരെ കൂട്ടുന്നത് നമ്മൾ ഈ ഒഴിവാക്കിയ ആളെയാണ് നമ്മൾ ഈ പ്ലസ് 1 ആയിട്ട് നമ്മൾ കൂട്ടുന്നത് ഓക്കെ ഒന്നുകൂടി പറയാം 30 നിന്ന് 5 കുറക്കാന്ന് പറഞ്ഞാൽ ഈ ഇതുവരെ ഇവിടെ മുതൽ അല്ലെ ഇവിടെ മുതൽ 5 കൂട്ടിയാണ് അല്ലെ ഒരേ സംഖ്യകൾ കൂട്ടിയാണ് 30 വരെ എത്തിയത് അപ്പൊ 25 ആയി അല്ലെ ആദ്യത്തെ സംഖ്യ ഇവിടെ 5 ആയതുകൊണ്ട് 5 കോമൺ ഡിഫറൻസ് തുല്യമായിരുന്നു അത് 5 ആകണമെന്നില്ല നമുക്കറിയാം ഏത് സംഖ്യയിൽ നിന്നും തുടങ്ങാം അപ്പോ ആ ഒരു 5 അതിനങ്ങോട്ട് ഒഴിവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പൊതുവ്യത്യാസത്തിന്റെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെ 5നോട് കൂടി 5 ഡി കൂട്ടുകളാണ് അല്ലെ 5 പ്രാവശ്യം ഡി പൊതുവ്യത്യാസം കൂട്ടുകളാണ് പേരിലേക്ക് എത്തുന്നത് അപ്പൊ 25 എന്ന് പറയുമ്പോൾ അപ്പൊ ആ 5 ഡി ഹരിക്കണം ആ ഡിയോട് നമ്മൾ ഹരിക്കുമ്പോൾ ഈ ഡിയും ഡിയും ബാക്കി ആരോ 5 മാത്രമാവാം അതാണ് ഈ കിട്ടിയിട്ടുള്ളത് ക്ലിയർ അപ്പൊ ആ 5ലേക്ക് പിന്നെ അപ്പൊ ഇതുവരെ 5 പദങ്ങളുണ്ട് ഓക്കെ ഇനി അതിലേക്ക് ആര് കൂടി കൂട്ടണം ആദ്യ പദം നമ്മൾ ഒഴിവാക്കിയതാണ് ആദ്യം ആ ആദ്യ പദത്തിന് ഇനി 1000 വരെ നോക്കുകയാണെങ്കിലോ 1000 വരെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഈ 1005 വർഷത്തില് 10 മുതൽ 1000 വരെ എന്തുണ്ടാവും 995 ആയിരിക്കും അതിന് ആ 199 പദങ്ങൾ ഉണ്ടാവും പിന്നെ അതിലേക്ക് പ്ലസ് 1 ആ പ്ലസ് 1 ആരാണ് ആദ്യത്തെ പദം ഓക്കെ അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി n സമം ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 അപ്പൊ ഇതിനെ ഓൾജിബ്രയിൽ നമുക്ക് പറയാം n is equal to xn അവസാനത്തെ പദത്തിനെ നമ്മൾ അല്ലെങ്കിൽ nth ടേം എന്ന് വിളിക്കാം അവസാനത്തെ പദത്തിന് nth ടേം xn മൈനസ് ഫസ്റ്റ് ടേമിനെ നമ്മൾ എന്താ പറയാ x1 ബൈ കോമൺ ഡിഫറൻസ് d പ്ലസ് 1 xn മൈനസ് x1 ബൈ d പ്ലസ് 1 എങ്ങനെയും നിങ്ങൾ ഓർത്തു വെക്കാം ഒന്ന് n is equal to xn മൈനസ് x1 ബൈ d പ്ലസ് 1 ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 അല്ലെങ്കിൽ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1
പദങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നോക്കുക, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ പദങ്ങളുടെ എണ്ണം കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സമാന്തര ശ്രേണി അവസാനിക്കണം അല്ലെ. ഇങ്ങനെ തുടർന്ന് പോകുന്ന ഒരു സംഖ്യ ഇത്ര പദങ്ങൾ, ഒരു തുടർന്ന് ഇങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സമാന്തര ശ്രേണിയിൽ ഇത്ര പദങ്ങളുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് അവസാനിച്ചാലേ നമുക്ക് ഇത്ര പദങ്ങളുണ്ട് എന്ന് എണ്ണാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിന് എന്തായാലും ആരുണ്ടാവും? ലാസ്റ്റ് ടേം അഥവാ അവസാന പദം ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി 3-digit numbers are there which leave a remainder 3 on division by 7? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ട്? ഈ പ്രോബ്ലത്തിൽ പറയുന്നത് എത്ര 3-digit നമ്പർ ഉണ്ട്, അതായത് സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസിന്റെ നമ്പർ ഓഫ് ടേംസ് ആണ് കാണേണ്ടത്, എന്നാണ് കാണേണ്ടത് അല്ലെ. എന്നാ അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ആ സീക്വൻസിന്റെ പ്രത്യേകത എന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആദ്യം അരിത്മെറ്റിക് സീക്വൻസ് കാണണം, എന്നിട്ട് അതിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കാണണം അല്ലെ. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞത് നമ്പർ ഓഫ് 3-digit നമ്പേഴ്സ് എന്നാണ് അല്ലെ. മൂന്നക്ക സംഖ്യകൾ, എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? എങ്ങനത്തെ മൂന്നക്ക സംഖ്യ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 7 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 3 കിട്ടും. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന 3-digit നമ്പേഴ്സ് എത്രയാണ്? അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? നമുക്കറിയാം n കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അപ്പൊ നമുക്ക് ആരൊക്കെ വേണം? ഫസ്റ്റ് ടേം നമുക്കറിയണം, ലാസ്റ്റ് ടേം അറിയണം, കോമൺ ഡിഫറൻസ് അറിയണം. അപ്പൊ നമുക്ക് ആദ്യം ആ സീക്വൻസ് കണ്ടെത്താം. ഇവിടെ നോക്കൂ, 3-digit നമ്പേഴ്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 3-digit നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ മുതലാണ്, 100 മുതലാണ് അല്ലെ. 1 0 0 3 ഡിജിറ്റ് 3-digit നമ്പേഴ്സ്, മൂന്നക്ക സംഖ്യകൾ 100 മുതൽ സ്റ്റാർട്ട് ചെയ്ത് എവിടെ അവസാനിക്കാം? 999 അല്ലെ. 1000 ആവുമ്പോൾ 4 ഡിജിറ്റ്, അപ്പൊ 999 അവസാനിക്കും. അപ്പൊ നമുക്ക് നോക്കാം, നമുക്കിവിടെ ചെയ്യാനുള്ളത് നോക്കാം. 100 ഇങ്ങനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുകയാണെങ്കിൽ ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമായിരിക്കും അല്ലെ. അപ്പൊ 101 അതുപോലെ 3 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ, 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ശിഷ്ടം 3 വരികയാണെങ്കിൽ ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാവൂലേ. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് ഫസ്റ്റ് ടേം ഏതാണെന്ന് നമുക്ക് കണ്ടെത്താം. അതുപോലെ ലാസ്റ്റ് ടേം നമുക്ക് കണ്ടെത്താം. പിന്നെ പൊതുവ്യത്യാസവും കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ പൊതുവ്യത്യാസം എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും ആരായിരിക്കും? 7 കൊണ്ടാണ് ഹരിക്കുന്നത്. അപ്പൊ ആ പൊതുവ്യത്യാസം ആരായിരിക്കും? 7 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം 100 ശ്രേണിയിലെ ഒരു പദമാണോ നോക്കാം. 100നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ കിട്ടണം 3 വരെ. അപ്പൊ 100 7 കൊണ്ട് ഹരിക്കുമ്പോൾ 10 7 ഒരു പ്രാവശ്യം, ഒരു 7 7 ശിഷ്ടം 3 0 കിട്ടും. 30 4 7 28 ശിഷ്ടം 2. ശിഷ്ടം 3 ആണോ വരുന്നത്? അല്ല. അതുകൊണ്ട് ഇത് പദമല്ല. ഇനി അടുത്തത് 100 കഴിഞ്ഞാൽ അടുത്ത 3-digit നമ്പർ ആരാ? 101. 7 കൊണ്ട് ഹരിക്കാം. 101 7 കൊണ്ട് ഹരിക്കുമ്പോൾ 10 ഒരു പ്രാവശ്യം, ഒരു 7 ശിഷ്ടം 31 അല്ലെ. 31 4 പ്രാവശ്യം, 4 28 ശിഷ്ടം 3 അല്ലെ. അതല്ലേ നമ്മൾ പറഞ്ഞ 3-digit നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്നു. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടി? x1 എന്ത് കിട്ടി? 101 എന്ത് കിട്ടിയില്ലേ? 101 എന്ന് വന്നില്ലേ. അങ്ങനെയാണെങ്കിൽ x2 എന്തായിരിക്കും? അടുത്ത ഇതേ നമ്മൾ മുമ്പ് ഇതേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അടുത്ത 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 വരിക എന്ന സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 101ലേക്ക് ആരെ കൂട്ടി കഴിഞ്ഞാൽ മതി? 7 കൂട്ടിയാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് സീക്വൻസ് എന്താ വരിക? 101 108 അല്ലെ. 7 കൂട്ടി ഈ 108ലേക്ക് വീണ്ടും 7 കൂട്ടിയാൽ 115 അല്ലെ. 5 ഇവിടെ 2 7 115 x. ഇങ്ങനെ പോകും. 101 108 115 x. ഓക്കെ, ഇനി നമുക്ക് ഇത് മതിയോ? പോരാ, ലാസ്റ്റ് ടേം കിട്ടണം അല്ലെ. അപ്പൊ ലാസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് 999. അപ്പൊ 999നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടും അല്ലെ. 999നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 7 7 ശിഷ്ടം
2 9 ഇറക്കിടാം 4 7 28 ശിഷ്ടം 1 9 ഇറക്കിടാം 4 7 20 സോറി 19 അല്ലേ 2 അല്ലേ 14 അപ്പോൾ എത്രയല്ലേ 5 അല്ലേ ഇനി അടുത്തത് 999 ശിഷ്ടം 5 അല്ലേ പറ്റുമോ ഇല്ല അടുത്ത 998 ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നോക്കി കുറഞ്ഞു വരാം അപ്പൊ റിമൈൻഡർ എന്തായിരിക്കും ചെയ്യാം അടുത്ത എന്തായിരിക്കും 4 ആവുമായിരിക്കും ചെയ്യാം പിന്നെ അടുത്ത് 997 ആവുമ്പോൾ 3 ആവും നമുക്ക് ചെയ്ത് നോക്കാം ഒരു 7 7 2 29 4 28 1 18 3 സോറി 2 2 7 14 അപ്പോൾ 4 ഓക്കെ ഇനി അടുത്തത് 997 നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 7 2 29 4 ആവുമ്പോൾ 4 28 റിമൈൻഡർ 1 17 2 14 17 മൈനസ് 16 റിമൈൻഡർ അപ്പോ അവസാനത്തെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണ് ഏതാണ് 7 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 3 കിട്ടുന്നത് ശിഷ്ടം 3 കിട്ടുന്നത് അപ്പൊ നമുക്ക് ആരെ കിട്ടി 997 അപ്പൊ നോക്കൂ ഈ പറഞ്ഞിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും 3 അക്ക സംഖ്യ ആയിരിക്കണം 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്നതുമായിരിക്കണം അങ്ങനത്തെ ശ്രേണിയിലേക്ക് കിട്ടിയിട്ടുള്ളത് 101 108 115 എക്സെട്രാ 997 ക്ലിയർ ഇനി നമുക്ക് എന്താ വേണ്ടേ അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണി എത്ര പദങ്ങൾ ഉണ്ടാവും നമുക്കറിയാം n equal to xn minus x1 by d plus 1 അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 അല്ലേ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 സോ this is equal to അവസാന പദം ആരാ 997 മൈനസ് ആദ്യ പദം 101 ബൈ പൊതുവ്യത്യാസം 7 അല്ലേ കോമൺ ഡിഫറൻസ് 7 പ്ലസ് 1 ഈക്വൽ 997 ആറ് കുറക്കാണ് 101 കുറക്കാണ് അപ്പൊ നോക്കാം 7 1 കുറച്ചാൽ 6 ഇത് 1 0 കുറച്ചാൽ 9 1 1 കുറച്ചാൽ 8 8 9 6 ഡിവൈഡ് ബൈ 7 പ്ലസ് 1 ഹരിച്ചു നോക്കാം 8 9 6 ഹരിക്കണം 7 ഒരു 7 ശിഷ്ടം 1 19 അല്ലെ 9 ഇറക്കില്ല 19 2 7 14 ശിഷ്ടം 5 ഇനി അടുത്തത് 6 ഇറക്കില്ല അല്ലെ 8 7 8 56 128 പ്ലസ് 1 129 അപ്പോൾ ഈ ശ്രേണിയിൽ ആകെ 129 പദങ്ങൾ അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യം ശ്രേണി കണ്ടെത്തി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരു സമാന്തര ശ്രേണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ശ്രേണിയിലെ പൊതുവ്യത്യാസം കൊണ്ട് ആ ശ്രേണിയിലെ ഏതു പദത്തെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കും ആ റിമൈൻഡർ സെയിം നോക്കിയിട്ടാണ് നമ്മൾ ഈ സീക്വൻസിനെ കണ്ടെത്തിയിട്ടുള്ളത് ഈ അരിത്മെറ്റിക് സീക്വൻസിനെ കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് കൊടുത്തു n is equal to xn minus x1 by d plus 1 അടുത്തത് രണ്ട് ഹോംവർക്കുകളാണ് fill up the empty cells of the given square such that the numbers in each row and column form arithmetic sequences. What if we use some other numbers instead of 1 4 28 and 7? തന്നിരിക്കുന്ന സമചതുരത്തിൽ ഓരോ വരയിലും ഓരോ നിരയിലും സമാന്തരശ്രേണിയാകുന്ന വിധത്തിൽ ഒഴിഞ്ഞ കളങ്ങളിൽ സംഖ്യകൾ എഴുതുക. 1 4 28 7 എന്നീ സംഖ്യകൾക്ക് പകരം മറ്റേതെങ്കിലും 4 സംഖ്യകൾ എഴുതിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ. In the table below, some arithmetic sequences are given with 2 numbers against each. Check whether each belongs to the sequence or not.
പട്ടികയിൽ ചില സമാന്തര ശ്രേണികളും ഓരോ ശ്രേണിയുടെയും നേരെ 2 സംഖ്യകളും എഴുതിയിട്ടുണ്ട്. സംഖ്യകൾ ഓരോന്നും അതത് ശ്രേണിയിൽ ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊസിഷൻ ആൻഡ് ടേം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രയാണ്, ബീജഗണിത രൂപമാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ തന്നിട്ടുള്ള ഹോംവർക്ക് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാം. ഓക്കെ, താങ്ക് യു.